നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം സ്റ്റൈലിലുള്ള ഒരു നാടൻ ഫിഷ് കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 800 ഗ്രാം സാൽമൺ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. മീൻകറിക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. മുളക് പൊടി എടുത്തിരിക്കുന്നത് പകുതി കാശ്മീരി ചില്ലി പൗഡറും ബാക്കിയുള്ളത് നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നാടൻ ഇഞ്ചിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടത് 4-5 അല്ലി വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 പച്ചമുളക് നടുവേ കീറിയത്, ധാരാളം കറിവേപ്പില, 2 പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും. മീൻകറിയിൽ ചേർക്കാൻ 3 ചെറിയ കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ പുളിയിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് മീൻ വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. 2.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നേരം പുളിയിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വെള്ളം ചേർത്താണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ഓണാക്കി ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നോടം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണെന്ന് ഈ സ്റ്റേജിൽ ഉറപ്പുവരുത്തിയിരിക്കണം. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ ഒരു 2 മിനിറ്റ് നേരത്തേക്കെങ്കിലും നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വല്ലാതെ ഡ്രൈ ആയെന്ന് തോന്നിയാൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഗ്രേവി തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അടച്ചു വെച്ച് 10-15 മിനിറ്റ് നേരത്തേക്കെങ്കിലും വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ കറി നന്നായിട്ട് ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കറിയുടെ മുകളിലൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.